709 ആണ് കാണാൻ പറ്റും. പക്ഷെ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള കളറല്ല, കുറച്ച് ഡള്ളായിട്ടാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഇതിൽ 3 നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിന് Alt P അടിച്ച് 2 പാരലൽ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പോ ഫസ്റ്റ് നമ്മളിതിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് റെഡിലേക്ക് ചെയ്യാം. ടിൻഡ് കുറച്ച് ശ്രമിക്കാം. വൈറ്റ് ബാലൻസ് ഇതിനെ നമ്മൾ ആ ഒരു റിച്ച്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കളർ സ്പേസിൽ നമ്മൾ HSL ഇതിന് പേര് നമ്മൾ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചാനൽ 1 ചാനൽ 3 ഇത് അൺടിക്ക് ചെയ്തതിന് ശേഷം നമ്മളിൽ ഗെയിൻ കൊടുക്കും. കണ്ടോ HDR പോയിട്ട് എക്സ്പോഷർ വാല്യൂ കുറച്ച് കളർ വരുന്നു ശ്രദ്ധിച്ച്. ഈ ഗാമ നമ്മൾ യെല്ലോ കൂടുതലായതുകൊണ്ട് ഓപ്പോസിറ്റ് വാല്യൂയിലേക്ക്, ഇതും എല്ലാം ഓപ്പോസിറ്റ് ബ്ലൂ. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. ഇപ്പോഴാണ് ഡിസേബിൾ ബൈപ്പാസ് ചെയ്യുമ്പോഴാണ് കണ്ടോ കുറച്ചുകൂടി ഫുള്ളി റിച്ചായി. ഒരു പാരലൽ നോട്ടും കൂടി ചെയ്തിട്ടുണ്ട് നമ്മൾ. അതിൽ കുറച്ചുകൂടി കളർ കൂട്ടിക്കൊള്ളു. ഇത് ഫുള്ളായിട്ട് ഒരു ഇനി നമുക്ക് ഈ ബേർഡിന്റെ ഭാഗം മാത്രം കുറച്ചൊരു ഇത് കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ സർക്കിൾ സെലക്ട് ചെയ്ത് ഈ ബേർഡിന്റെ ഏരിയ സെലക്ട് ചെയ്ത് ഇതൊന്ന് നമ്മൾ ട്രാക്ക് ചെയ്യാം. ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഈ ഒരു ഫ്രെയിമിൽ വെച്ച് നമ്മൾ ഇനി ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ഈ ഒരു ബോക്സിനകത്തായിട്ടാണ് വരിക. വേണത് കുറച്ച് നമ്മൾ ഗെയിൻ കൂട്ടിയിട്ടുണ്ട്. ആ ഒരു ഏരിയ മാത്രമാണ് ആ ഗെയിന് എഫക്റ്റ് ആവുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സാച്ചുറേഷൻ കുറച്ച് നമ്മൾ 54 സാച്ചുറേഷൻ കൊടുക്കുകയാണ്. ഇനി കളർ ബൂസ്റ്റ് 1 വാല്യൂ എടുക്കുന്നുണ്ട്. HDR പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ലൈറ്റ് കുറച്ച്
കുറക്കുക. ആ ഒരു ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് മിസ്സാകുന്നത് ഒഴിവാക്കിയിട്ട് ഇതില് ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടോ, ഇത്ര ഈസി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ആ ഒറിജിനൽ ഇമേജ് വരുന്നത്. നമ്മൾ കളർ ഗ്രേഡ് ചെയ്ത ഈ രീതിയിലായി. ബേസിക് ആയിട്ടുള്ള കളർ ഗ്രേഡിങ്ങിന്റെ ആണ്. അഡ്വാൻസ് ഓരോ പാരാമീറ്റേഴ്സും എടുത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ